ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഡേ ടു ഡേ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നത്തൽ കൊണ്ട് ആണ്. അപ്പോൾ നത്തൽ ഫ്രൈ ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനായി ഞാനൊരു 300 ഗ്രാം നത്തലുണ്ട് കേട്ടോ. അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റാക്കി എടുക്കലാണ്. അപ്പോൾ അതിനായി ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ചെറിയ ജാറാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് ചെറിയ കഷ്ണം ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടുന്നതാണ് ഒരു ചെറിയ കുടം വെളുത്തുള്ളി അല്ലി, അത് തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായി ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾക്കിത് മീനിലോട്ടൊന്ന് മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇനി നമുക്ക് മീനിലോട്ട് മസാല ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ നത്തൽ ഏറ്റവും ആദ്യം മുറിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നല്ല വൃത്തി കഴുകിയതിന് ശേഷം ഉപ്പിട്ട് വെക്കൂലേ. അപ്പോൾ ഉപ്പിട്ട് വെച്ചതിന് ശേഷം കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ട് രണ്ടാമത് അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് പിന്നീട് വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം മസാല തേച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അതുപോലെയെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് അതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ എരിവുള്ള മുളക് പൊടി ചേർക്കണമെന്നില്ലവർക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഇട്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി. പിന്നെ അതിലേക്ക് ചേർക്കുന്നതാണ് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് ഞാൻ കല്ലുപ്പ് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം നമ്മൾക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മസാലയൊക്കെ നന്നായിട്ട് ഒന്ന് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക്. അപ്പോൾ ഇനി ഇത് നമ്മൾക്കൊന്ന് അരമണിക്കൂർ സമയം ഒരു സൈഡിലോട്ട് ഒന്ന് മാറ്റി വെക്കാം. ആ മസാലയൊക്കെ അതിന് പിടിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയാണത്. അപ്പോൾ ഇതാ മീനിന് മസാല പിടിപ്പിച്ച് വെച്ചിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്കിത് ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യാനായി ഞാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് മീൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരവ് പുരട്ടി വെച്ച മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിൻ്റെ മേലേക്കൂടെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഏറ്റവും ആദ്യം ഇട്ട് കൊടുത്തത് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ബാക്കിയുള്ളത് കൂടെ ഒന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നത്തലെല്ലാം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് കൊണ്ട് തന്നെ നല്ല മണമുണ്ട്. അങ്ങനെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട്. അപ്പം നത്തൽ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇന്ന് എനിക്ക് ഇതിൻ്റെ കൂടെ പരിപ്പ് ആണ് കേട്ടോ. പരിപ്പ് നന്നായി ഉടച്ച കറിയാണ്. അപ്പോൾ ഇതും അച്ചാറും. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ ഉച്ചക്കത്തെ കറി. അപ്പോൾ നത്തൽ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.